സൈഡിൽ പോരെ ബാക്ക് വരിക. ഇനി ഫ്രണ്ടിൽ പോയിട്ട് ഇവിടെ 앞에 상백빛 있어요. 이내상으로는 비례해서 강도라는 이쪽 강도라는 느낌으로 근데 어떤 게 있어? 이거야. 차.
Right. The right knee is keep mark the back one. Right knee is up. നിങ്ങൾ 4 പേരുണ്ട് ബാക്കിൽ. 4 ബാക്കിലുള്ളതാണ്. Okay, that's a touch. Forward, hop. 1, 2. Okay, on the tip. Again, right of the real. Okay, right. Attention there. Okay, that's a touch. Right of the real. Okay, right. Left. Up. Up. ഇറങ്ങി 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 കറി ഇറങ്ങി കറി Okay, eyes cut. Okay, on the tip. Okay, at the touch. What they done at this. What they at the turn. Move to right and raise. Right turn. What they above turn. പറഞ്ഞ വിളി What they advance. Right turn. What they stand at this. അതൊരു പോലീസാവണ്ടേ പോലീസാവണ്ടേ ഓഫീസറാവണ്ടേ എല്ലാവരും നല്ലപോലെ പഠിക്കണം മെയിൻറ്റെയിൻ ചെയ്യണം അത് കഴിയുമ്പോൾ പോലീസോ ഇതിലൊക്കെ ആവും കേട്ടാ ആ ഒരു ലക്ഷ്യം എല്ലാവരും വേണം കേട്ടാ ഞാൻ നല്ല ഉറച്ചല്ല ഉറച്ചെല്ലാവരും കേൾക്കുള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും പേര് പറഞ്ഞ് എനിക്ക് കേൾക്കാൻ പറ്റുന്നു ആവൂലേ ഒരുമയാണ് പോലീസിന് വേണ്ടത് കേട്ടാ ഓക്കെ നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നതെന്ന് നീ വീട്ടിൽ പോകുന്നു ഞാൻ ഒരാൾ പറയുന്നത് നല്ല സൗണ്ട് ഉണ്ട് നിങ്ങൾ പറഞ്ഞ് കേൾക്കാൻ പറ്റുന്നില്ല എന്തിനാ ഏത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ എന്താണെന്ന് അറിയണ്ടേ അല്ലേ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ ആരൊക്കെയാണ് പോകുന്നത് പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്തൊക്കെ സംഭവങ്ങളാണ് കേസൊക്കെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ നിങ്ങൾ ഇൻസ്പെക്ടർമാരെ പറഞ്ഞു തരും കേട്ടാ നിങ്ങളെല്ലാവരും ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യുന്നു ആർത്തവമായി സ്വാഗതം ഓക്കെ What they at the turn. What is stand at this.
സ്റ്റേഷൻ എന്ന വാക്കിന്റെ അർത്ഥം ഏതെല്ലാം സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, വേറെ ഉണ്ട്, ഫയർ സ്റ്റേഷൻ ഉണ്ട്. അങ്ങനെ സ്റ്റേഷൻ എന്നുള്ള വാക്കുകൾ വരുന്നുണ്ട്. സ്റ്റേഷൻ എന്ന വാക്കുകൊണ്ട് സ്റ്റേഷൻ എന്ന വാക്കിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താണ് അറിയാവുന്നവർ പറയും. സ്റ്റേഷൻ എന്ന വാക്കിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും 24 മണിക്കൂർ പ്രവർത്തിക്കും. അതിൽ 24 hours ബ്ലോക്കാണ്. 12 AM 12 PM 1 PM 1 AM എന്നുണ്ട്. അതിൽ 24 ബ്ലോക്കാണ്. 1 മണിക്ക് 13 മണി എന്ന് പറയും. രാത്രി 00 hours തുടങ്ങും. രാത്രി 12 മണിക്ക് നമ്മൾ 00 hours എന്നാണ് പറയുന്നത്. അതിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പോകും. 12 മണി 13 മണി 14 മണി 15 മണി 16 മണി 17 മണി 18 മണി 19 മണി ഇങ്ങനെ പോയിട്ട് 24 മണിയാവും. ആ 24 മണിക്ക് നമ്മൾ 00 hours എന്നാണ് പറയുന്നത് കേട്ടോ. 24 മണി എന്ന് പറഞ്ഞാൽ രാത്രി 12 മണി. അപ്പോൾ നമ്മൾ 24 മണിക്കൂറും തുറന്നു വെച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റേഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ആ സ്റ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അങ്ങനെയാണ്. സ്റ്റേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം അത്. അപ്പോൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. അതിൽ പോലീസ് സ്റ്റേഷൻ മറ്റെല്ലാതിനേക്കാളും 2 തരം പ്രത്യേകതകൾ. എന്താണ് പ്രത്യേകത? ഇന്ന് സേവനത്തിനായിട്ട് ഉപയോഗിക്കും. പോലീസ് സ്റ്റേഷൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രധാന ഉദ്ദേശം ജനസേവനമാണ്. ജനസേവനം, ലാൻഡ് ഓർഡർ, ട്രാഫിക്ക്, മറ്റേതൊക്കെയാണ്. പണ്ട് എന്തുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസിനെ ഉപയോഗിക്കുന്നത് ബ്രിട്ടീഷുകാർ രൂപവൽക്കരിച്ച പോലീസാണ് ഇപ്പോഴുള്ളത്. പക്ഷേ നമ്മൾ കാലക്രമത്തിൽ ഇപ്പോൾ നമ്മുടെ നിയമസംഹിതകളൊക്കെ മാറ്റി എഴുതിയില്ലേ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപീകരിച്ച ബ്രിട്ടീഷുകാരുടെ അടുത്തേക്ക് ചേർന്നോ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപീകരിച്ച പോലീസ് ബ്രിട്ടീഷുകാരുടെ നമ്മൾ വെച്ചിരുന്നത് അവർക്കെന്താണ് ഈ രാജ്യം കൊണ്ട് താല്പര്യം? ഇവിടുത്തെ സ്വത്തുവകകളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അവർക്ക് സമ്പത്തുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്താനും അടിച്ചമർത്താനും വേണ്ടിയിട്ടുള്ള ഒരു പോലീസായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ശേഷം ഈ അടുത്ത കാലം വരെ ബ്രിട്ടീഷുകാർ എഴുതി ഉണ്ടാക്കിയ നിയമസംഹിത പ്രകാരമാണ് നമ്മുടെ പോലീസ് പ്രവർത്തിച്ചു വന്നത്. ആ നിയമങ്ങൾ ഏതൊക്കെയെന്ന് തന്നെ അറിയോ? ഏത് നിയമങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? പ്രധാനമായും നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്കെതിരെ കേസെടുക്കാനും മറ്റ് പ്രശ്നങ്ങൾക്ക് വഴക്കുണ്ടാക്കുന്നതും അടിയുണ്ടാക്കുന്നതും കൊലപാതകം നടത്തുന്നതും വാഹന ആക്സിഡന്റ് ഉണ്ടാക്കുന്നവർക്കെതിരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നിയമസംഹിത, പ്രധാനമായ ഇന്ത്യയുടെ നിയമസംഹിത. സിനിമയിലെ സിംഗിലൊക്കെ മമ്മൂട്ടി, സുരേഷ് ഗോപിയൊക്കെ പറയുന്ന ഡയലോഗ് കേട്ടില്ലേ? ഏതായിരുന്നു? അതന്നെ പറയും. ആരാണ് പറഞ്ഞത്? ഈ അടുത്ത കാലം വരെ, ഈ ജൂലൈ മാസത്തിന് തൊട്ട് മുമ്പ് വരെ ഇന്ത്യൻ പീനൽ കോഡും ക്രിമിനൽ പ്രൊസീജിയർ കോഡും അങ്ങനെയുള്ള നിയമസംഹിതകൾ ബ്രിട്ടീഷുകാർ എഴുതിയുണ്ടാക്കിയ നിയമസംഹിതയായിരുന്നു ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ ജൂലൈ 1 മുതൽ ഏതൊക്കെ നിയമസംഹിത? BNS ഭാരതീയ ന്യായ സംഹിതയും CRPCയുടെ സ്ഥാനത്ത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയൊക്കെ അങ്ങനെയുള്ള നിയമങ്ങളിലേക്ക് മാറി. ആ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാം. എങ്കിലും പോലീസിന് അറിഞ്ഞിരിക്കേണ്ടത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പോലീസായിരുന്നു. ആ പോലീസ് മാറിയിട്ട് ഇന്നത്തെ പോലീസിന് എന്ത് പോലീസ് എന്നാണ് അറിയപ്പെടുന്നത്? ജനമൈത്രി പോലീസ്. ജനമൈത്രി പോലീസ് ചീത്ത വിളിച്ചുകൂടാ, തെറി വിളിച്ചുകൂടെന്നൊക്കെ ഒരു വൈപ്പ് ആണോ? നിയമങ്ങൾ അനുസരിക്കുകയും എഴുതി വെച്ച നിയമങ്ങൾക്ക് അനുസൃതമായും പ്രവർത്തിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അത്തരത്തിൽ ഒരു നിയമം നടപ്പിലാക്കാൻ പറ്റൂ. പോലീസിന് അങ്ങനെ ആവാൻ പറ്റൂ. നമ്മുടെ ജനങ്ങൾ ആരെങ്കിലും തന്നെ മര്യാദയുടെ ഭാഷ എത്തുമ്പോൾ നിങ്ങൾ വാഹനം ഇങ്ങനെ അവരുടെ മുകളിൽ കൂടി കയറ്റി അവരുടെ അവകാശങ്ങളെ കവർന്നെടുത്തുകൊണ്ട് ഓവർടേക്ക് എളുപ്പം പാടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കും? കേൾക്കുമോ? നിയമം അനുസരിക്കുന്ന ജനങ്ങളാണോ ഇവിടെ ഉള്ളത്? പോലീസ് എവിടെയെങ്കിലും നിന്ന് വാഹന പരിശോധന നടത്തുന്നു, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചെക്കിങ് നടത്തുന്നു. നമ്മൾ അവിടെ നിന്ന് വിളിച്ചു പറയുക അവന്മാരൊക്കെ നിൽക്കുന്നവർക്ക് അങ്ങോട്ട് പോകുന്നു പറയാറില്ലേ? അത് നിയമം അനുസരിക്കുന്നവരാണോ? അത് നല്ലതാണോ തെറ്റാണോ? അത്തരത്തിൽ ഒരു എഴുതി വെക്കപ്പെട്ട നിയമം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നിയമം നിലനിൽക്കുന്നുവെങ്കിൽ അതിനെ നടപ്പാക്കാൻ ബാധ്യസ്ഥരായ, അത് ഞങ്ങളിൽ കൂടിയാണ് നടപ്പാക്കേണ്ടതെന്ന് അറിവും ബോധമുള്ള ഒരു ജനസമൂഹം ഉണ്ടെങ്കിൽ മാത്രമാണ് പോലീസിന് ജനമൈത്രി പോലീസ് ആവാൻ കഴിയുന്നത്. അല്ലാതെ ഒരാളോട് ആജ്ഞാപിക്കുകയോ
ഭാഷയിൽ കടുപ്പമുണ്ടാക്കുകയോ സ്വരം മൂർത്തിക്കുകയോ ചെയ്യാൻ പറയാതെ ഒരു മനുഷ്യനെ അനുസരിക്കാറില്ല. കാരണം നിങ്ങളെങ്കിലും നിയമം അനുസരിക്കുന്ന പൗരന്മാരായി വളർന്നു വരണം. നമുക്ക് ബാക്കിയൊക്കെ പിന്നീട് പറയാം. എല്ലാ ഓഫീസുകളിലും PR ആണ്. മിക്കവാറും എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥലത്തും കാണാം. നമുക്കപ്പോൾ ഇനി മാർച്ച് നമ്മളാണ് നമ്മൾ ഇങ്ങനെ ആക്റ്റീവായിട്ട് നടന്നു വന്നാൽ ബഹളമുണ്ടാക്കുന്നത്. ഇപ്പൊ നിലവിൽ നമ്മുടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന്റെ PR അനീഷ് സാറാണ്. അനീഷ് സാർ ഇവിടെ കയറി വരുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് ആവശ്യത്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരും എന്ത് പരാതി അനുസരിച്ചാണ് വലിയ സീരിയസ് പ്രശ്നങ്ങൾക്കാണ് നമ്മൾ SHO എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനെല്ലാം പഴയ പോലീസ് സ്റ്റേഷന്റെ മേധാവി ആരായിരുന്നു? പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. ഇപ്പം ഇൻസ്പെക്ടർ SHO ആണ്. പഴയ സർക്കിൾ ഇൻസ്പെക്ടറാണ് ഇപ്പൊ ഇൻസ്പെക്ടർ ഓഫ് പോലീസായി മാറിയത്. ഇപ്പം മിക്കവാറും കേരളത്തിലെ 90% പോലീസ് സ്റ്റേഷനിലും ഇൻസ്പെക്ടർമാരാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ. സ്റ്റേഷന്റെ ചാർജ് ഉള്ള ഉദ്യോഗസ്ഥൻ എന്തെന്നറിയപ്പെടും? പോലീസ് സ്റ്റേഷനിലെ നിങ്ങളുടെ സ്കൂളിലാരാണ്? ഹെഡ് മാസ്റ്റർ. ബാക്കി അധ്യാപകരില്ലേ? നമ്മൾ പോലീസ് കോൺസ്റ്റബിൾമാർ, അങ്ങനെ ഓരോരോ റാങ്ക് ഉണ്ട്. അപ്പം സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടിരിക്കുന്ന ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ. ഇപ്പൊ സർക്കിൾ ഇൻസ്പെക്ടർ ഇല്ല, ഇപ്പൊ ഇൻസ്പെക്ടർ റാങ്കാണ്. പോലീസ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നാണ് IOP ആ റാങ്കിന്റെ പേര്. അപ്പൊ ഇൻസ്പെക്ടർ സജ്ജീകരിക്കുന്ന റൂമാണത്. അദ്ദേഹം ഇല്ല. ഇവിടെ വന്നിട്ട് ഈ PRO പെറ്റീഷൻ വാങ്ങി പരിശോധിച്ചിട്ട് വിടേണ്ട സ്ഥലങ്ങളിലേക്ക് പരാതിക്കാരെ വിടും. അവർക്ക് ചിലപ്പോൾ കേസ് എടുക്കേണ്ടി വരും. എല്ലാ പരാതികളും കേസെടുക്കും. പരാതികൾ സൂക്ഷിക്കാൻ പ്രത്യേക ഒരു ഇതുണ്ട്. പ്രത്യേകമായി ഓരോ മാസത്തെയും പരാതികൾ നമ്മൾ സൂക്ഷിക്കും. ഈ ഇപ്പം നിലവിൽ എല്ലാ പരാതികൾക്കും നിജസ്ഥിതി അറിയണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ആൾക്കാരെ കണ്ടിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും സത്യം പറയോ? പോലീസ് സ്റ്റേഷനിൽ 90% പേരും കണ്ണുള്ളതാണ്. അതുകൊണ്ട് നിജസ്ഥിതി കൊന്നിട്ട് വരുന്ന പോലും ഞാൻ ആരെയും കൊല്ലുന്നുണ്ട്. ഒരു കള്ളൻ ഞാൻ മോഷിച്ചത് ചോദിച്ചാൽ പറയില്ല. പണ്ടാണ് എങ്ങനെ പറയുമായിരുന്നു? ആ അടിയും നിങ്ങൾ അറിയില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാറി. അപ്പം അതൊന്നും ആരും ചെയ്യില്ല. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യില്ല. ഇപ്പൊ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പണ്ട് CCTV ഉണ്ടായിരുന്നു. ഒരുപാട് മാധ്യമങ്ങളുണ്ട്, മൊബൈലുണ്ട്, കവർ ചെയ്യാം, നോക്കാം. പണ്ട് ഒരു വീട് കഴിഞ്ഞാൽ 100 മീറ്റർ കഴിഞ്ഞാൽ വേറെ വീടുണ്ടാവും. ഇപ്പൊ അടിക്കടി വീടുണ്ടാവും. അടുത്ത ദിവസം ഉണ്ടായ ഒരു മോഷണം നിങ്ങൾ കണ്ടില്ലേ? പത്രം വായിച്ചോ? പത്രം ഒരാഴ്ച കഴിക്കാൻ വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പത്രം വായിക്കണം. ആഴ്ചയിലെ ടൗണിന്റെ മധ്യത്തിൽ പട്ടാപ്പകലൊരു മോഷണം നടന്നു. ഒരു വീട്ടില് 2 പേര് മാത്രം താമസിക്കില്ല. അവര് പ്രായപൂർത്തിയായെന്നല്ല, പ്രായമായ ആൾക്കാരാണ്. അവർ റിട്ടയർ ആയ 2 ഉദ്യോഗസ്ഥരാണ്. അവര് ഏതൊരു ആവശ്യത്തിന് നടന്നിട്ട് കണ്ടു. അതിൽ
മാക്സിമം സൈഡിലേക്ക് പോകും. മാത്രമല്ല നമ്മൾ കേസിൽ ചാർജ് കൊടുക്കുന്ന സമയത്ത് ഇത് നമ്മൾ ചാർജ് കൊടുത്ത് അത് നമ്മൾ എഫ്ഐആർ മാതിരി പ്രിന്റ് ഔട്ട് എടുക്കും. അതാണ് ഇപ്പൊ ഈ കോടതിയിൽ കൊടുക്കുന്നത്. മനസ്സിലായി? ശ്രദ്ധിക്കുക, ആ ബാത്റൂമിലോട്ട് ആരും നോക്കണ്ട. അതിന്റെ കാര്യം എന്താണ്? ഈ സൈഡിൽ വരുന്ന ഏറ്റവും മോശക്കാരായ ആൾക്കാരെ മാത്രമേ നമ്മൾ സെല്ലിൽ അടയ്ക്കാറുള്ളൂ. അക്രമാസക്തരായ ആൾക്കാരെയും ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെയും ലഹരിക്ക് അടിപ്പെട്ട ആൾക്കാരെയൊക്കെ, അല്ലെങ്കിൽ വലിയ കേസുകൾ, കൊലപാതക കേസോ 307 എന്നൊക്കെ പറഞ്ഞാൽ കൊലപാതക ശ്രമം ഉള്ള വലിയ വലിയ കേസുകളുള്ള ആൾക്കാരെ സെല്ലിനകത്ത് അടയ്ക്കുന്നത്. അല്ലെങ്കിൽ മദ്യപിച്ചിട്ടോ, ഇപ്പൊ മദ്യപാനമൊന്നുമല്ല, അതൊന്നും വലിയ ലഹരിയല്ലേ, അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്ത് കളയും. ശല്യം ഉണ്ടാക്കാൻ വേണ്ടി അവന്മാരെ ഇറക്കിവിടാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത്. ഇതിനപ്പുറത്തെ ഒരു ശല്യം എന്തിനാണ്? ഇത് പുരുഷന്മാർക്കും അത് സ്ത്രീകൾക്കും. ഇപ്പൊ സ്ത്രീകൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്ത്രീകളായുള്ള കുറ്റവാളികൾ വലുതായിട്ടില്ല. അല്ലാത്ത സ്ഥലത്തെല്ലാം ലഹരി കടത്തുന്നവരും കൊലപാതകങ്ങളുമായിട്ടുള്ള സ്ത്രീകൾ, കൊട്ടേഷനിലേക്കുള്ള ഗുണ്ടാ സംഘങ്ങളിലേക്കുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അതില്ല. അതുകൊണ്ട് അത് നമ്മൾ പരമാവധി ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് സ്ത്രീകളൊക്കെ നമ്മൾ അവിടെ ഇരുത്തിട്ട് അതിന്റെ നിയമ നടപടി സ്വീകരിച്ചിട്ടാറില്ല. ലോക്കപ്പ് ചെയ്യുന്ന ഒരു ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ ലോക്കപ്പ് ചെയ്യേണ്ടി വന്നാൽ എല്ലാ പുതിയ ആധുനിക പോലീസ് സ്റ്റേഷനിലും 2 ലോക്കപ്പുകളാണ്. ഒന്ന് പുരുഷന്മാർക്കും ഒന്ന് സ്ത്രീക്കും. കേട്ടോ, പണ്ടത്തെ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു, ഒറ്റ ലോക്കപ്പ് മാത്രമായിരുന്നു. ഈ ലോക്കപ്പിന്റെ ഇരുമ്പ് വാതിലൊക്കെ നിങ്ങൾ കണ്ടോ? അതിലുപരി ഈ ലോകകപ്പ് മുഴുവൻ എന്തിനാണ്? ക്യാമറ നിരീക്ഷണത്തിലാണ്. വേറെ എവിടെ ക്യാമറ? അങ്ങനെ പോലീസ് സ്റ്റേഷൻ മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിലാണ്. കേട്ടോ, ഇങ്ങോട്ട് കയറിയുന്നോ? പരമാവധി അകത്തോട്ട് എല്ലാവരും കയറിയുന്നോ? മാത്രമേ ഉള്ളൂ അവിടെ. സീനിയേഴ്സ് സ്റ്റേഷൻ കണ്ട സ്റ്റേഷനിൽ കയറി പ്രതിലാരായിരിക്കുന്ന ജോലി എന്താണെന്ന് പറഞ്ഞിരുന്നില്ല. സ്റ്റേഷനിൽ വരുന്ന ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് സഹായിക്കണം.
എന്താണ് ചെയ്യേണ്ടത്? കേസായിട്ട് പോകണോ, കോടതിയിൽ പോകണോ, SI കാണണോ, CA കാണണോ, അല്ലെങ്കിൽ അക്ഷയ വഴി പരാതി കൊടുക്കണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ആരെ ജോലി? PR-യുടെ. പിന്നെ ഞങ്ങൾ എന്താ കണ്ടത്? അതിന് മുമ്പ് 2 പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടു. ഈ സ്റ്റേഷനിൽ ദൈനംദിന കാര്യങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നത് അത് രേഖപ്പെടുത്തുന്നത്. നിങ്ങളിപ്പോൾ ഇവിടെ വന്നു അല്ലേ? അപ്പൊ അവിടെ ഡ്യൂട്ടി ചാർജ് ഏർപ്പെടുത്തണ മണിക്ക് കന്യാകുളത്തിന് ടീച്ചേഴ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ വിസിറ്റിനായിട്ട് വന്നു. അത് രേഖപ്പെടുത്തി. ഇന്ന് തന്നെ പരാതിക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇന്ന് തന്നെ പരാതി വന്നു. അതിന്റെ പ്രത്യേക പാലിക്കും. അല്ലെ എന്തെങ്കിലും ശേഷം അതിന്റെ അടി ഇന്ന സമയത്ത് അല്ലെ ഇന്ന കേസ് രജിസ്റ്റർ ചെയ്തു. ഒരാളെ അടിച്ചതിന്റെ കേസ് രജിസ്റ്റർ ചെയ്തു. സ്റ്റേഷനിൽ ഇന്ന ദിവസം ഇന്ന കേസ് രജിസ്റ്റർ. അങ്ങനെ സ്റ്റേഷനിലെ കാര്യങ്ങളെല്ലാം കാണാന് ജീവിതം. പിന്നെ ഒരാളെ കണ്ടില്ലേ? SSG അല്ലേ? സ്റ്റേഷൻ സെക്യൂരിറ്റി ഗാർഡ് എന്നിന് പറഞ്ഞതാണ്. SSG സ്റ്റേഷൻ സെക്യൂരിറ്റി ഗാർഡ്. ഇപ്പോഴത്തെ പേര് SSG എന്നാണ്. സ്റ്റേഷൻ സെക്യൂരിറ്റി ഗാർഡ്. ഈ സ്റ്റേഷന്റെ മുക്കും മൂലയും പുറം ഈ മുഴുവൻ പേർക്കും കാണാൻ പറ്റും. ഈ SHOക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സ്റ്റേഷന്റെ മുഴുവൻ കാര്യങ്ങളും SH പാർട്ട് 2 എന്ന് പറയുന്ന ഒരു സാധനം കേട്ടോ. നമ്മളെ സ്റ്റേഷന്റെ ലിമിറ്റ് ആണ് കേട്ടോ. മക്കളെ ഈ കമ്പ്യൂട്ടർ റൂം എന്നൊക്കെ പഴയതാണ് എഴുതിയിരിക്കുന്നത്. ഇതേ ഈ തൊണ്ടി മുതലാണെന്ന് പറയുന്ന സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാവും? ഇതേ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കേസുകളില് ഓരോരുത്തര് ഇതെല്ലാം നാളുകളിൽ കോടതിയിൽ വിസ്താരം നടക്കും. ആ സമയത്ത് ഇതെല്ലാം നമ്മൾ അവിടെ കൊണ്ടുപോകും. ഇതിൽ നിന്നൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലുണ്ടെങ്കിൽ അത് കോടതി തന്നെ സൂക്ഷിക്കും. അത് നമ്മളൊരു സാധനത്തിൽ എഴുതി കൊടുക്കും. ഇത് കേസിന്റെ തെളിവിലേക്ക് പരമപ്രധാനമാണ്. കേസിന്റെ വിധി വരെ കോടതി സൂക്ഷിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സൂക്ഷിക്കും. അല്ലാതെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സൂക്ഷിക്കും. അതാ കണ്ടില്ലേ? ഇതെല്ലാം ആ സാധനമൊക്കെ എന്തിനു ഉപയോഗിച്ചായിരിക്കും? കാണാം. ഓരോരുത്തരൊക്കെ കാണിച്ചു തരാം. അടുത്ത ആൾക്കാർ പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങോട്ട് നോക്കാം. ഇവിടെ ഇരിക്കുന്നതെല്ലാം ഈ പോയി വെച്ചേക്കുന്നതെല്ലാം വസ്ത്രങ്ങളായിരിക്കും. ഈ ഇരിക്കുന്നതെല്ലാം കമ്പുകളും കമ്പികളും വാളും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. ഇതെല്ലാം ആൾക്കാരെ അടിക്കാനും വെട്ടാനും ഒക്കെ ഉപയോഗിച്ചാണ്. മറ്റേ സാധനങ്ങളൊക്കെ ആൾക്കാർ വെള്ളത്തിൽ വീണതോ കിണറ്റിൽ വീണ് മരിച്ചതായ ആ വെള്ളങ്ങളൊക്കെയാണ് കേട്ടല്ലോ. അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വെള്ളം എന്താണെന്ന് അറിയില്ലേ? ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ആ കിടന്ന സ്ഥലത്ത് 2 കുപ്പി വെള്ളം നമ്മൾ എടുക്കും. 2-3 കുപ്പി വെള്ളം എടുക്കും. ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് നമ്മുടെ കാലങ്ങളായുള്ള ഫയലുകൾ ഒരുപാട് ആ അലമാരയില്ലേ, അവിടെ ഇരിക്കുന്ന അലമാര ഉണ്ടോ? അതുപോലുള്ള കുറെ അലമാരകൾ അതിനകത്ത് ഈ ഫയലുകൾ ഇങ്ങനെ അടുക്കി സൂക്ഷിക്കും. എഴുതി കോടതിയിൽ സമർപ്പിച്ച കോടതിക്കും ഒക്കെ അയച്ചതിന്റെ ബാക്കി ഒറിജിനൽ ഫയൽ സൂക്ഷിക്കുന്ന ഇവിടെ. ഇത് നമ്മൾ വിചാരണ സമയത്ത് കോടതിയിൽ കൊണ്ടുപോകും. കുറെ കാലം സൂക്ഷിക്കും. പിന്നെ പേപ്പർ ആകുമ്പോൾ കുറെ കാലം കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും. 10-20 വർഷം കഴിയുമ്പോൾ അതൊക്കെ പൊടിഞ്ഞു പോകും. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടർ വഴിയുള്ളതായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടും. ഇപ്പൊ ചാർജ് രേഖകൾ, ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെയുള്ള പ്രധാന രേഖകളെല്ലാം അറിയാൻ എഴുതി സൂക്ഷിക്കുന്നത് ഈ റൂമിലാണ്. നമുക്ക് ഇതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. കോടതിയുടെ കുറെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കുന്നത് ഇതിനകത്താണ് കേട്ടോ. അതിനപ്പുറത്തേക്ക് കയറിയാൽ നമ്മളെ ആംസ് സൂക്ഷിക്കുന്ന മുറിയാണ്. ഇത്രയും പേർക്ക് ഇപ്പൊ നമുക്ക് അതിനകത്ത് കയറാം. കാരണം നമ്മൾ ബെൽ ഓഫ് ആംസ് എന്നാണ് പറയപ്പെടുന്നത്, പേരിൽ അറിയപ്പെടും കേട്ടോ. അതെല്ലാം പൂട്ടി വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇവിടെ സൗകര്യം കുറവായതുകൊണ്ട് ഇത്രയും പേർക്ക് അതിനകത്ത് കയറാൻ പറ്റൂല. നമുക്ക് 2-3 ആംസ് ഒക്കെ എടുത്ത് നോക്കാം കേട്ടോ. തോക്കുകള്, ഷീൽഡ്,
ഇങ്ങോട്ട് കയറി നോക്കിയാൽ കുറെ ഫയലുകളൊക്കെ സൂക്ഷിച്ച് കേട്ടതാണ്. FIR അത് കാണിച്ചു സാർ. ഇതേ ഇതുപോലെ വർഷങ്ങളായി ഏകദേശം നമ്മൾ 1990 മുതലൊക്കെ ഉള്ള ബുക്കുകൾ ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും അദ്ദേഹത്തിന് 2 അസിസ്റ്റന്റ് ഉണ്ടാവും, അസിസ്റ്റന്റ് റൈറ്ററൊക്കെ ഉണ്ടാവും, ഓഫീസ് ഡ്യൂട്ടിക്കൊക്കെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ അത് കയറാൻ സൗകര്യങ്ങൾ കുറവാണ്. ഇവിടെ തന്നെയാണ് നമ്മുടെ സ്റ്റേഷനറികളൊക്കെ അത്യാവശ്യം സ്റ്റേഷൻ്റെ ഉപയോഗത്തിനുള്ള പേപ്പർ, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഔദ്യോഗിക ആവശ്യത്തിനുള്ള കുറേ ബുക്കുകളൊക്കെ ഉണ്ട്. അതെല്ലാം ഇവിടെ സൂക്ഷിക്കും. ആവശ്യത്തിന് റൈറ്റർ എടുത്ത് എല്ലാവർക്കും കൊടുക്കും. അവിടെ ലാൻഡ് ഉണ്ടെന്ന് നോക്കുന്ന ജയശ്രീയായി അടുത്ത മാസം ജയശ്രീ പ്രൊമോഷനായി പോലീസ് സ്റ്റേഷൻ 1921 സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ലേ? അതിലൊക്കെ ഉപയോഗിക്കുന്ന തോക്ക് ഇതാണ്. ഇന്നിപ്പോഴും നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഈ തോക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും കാലക്രമത്തിൽ ആധുനിക തോക്കുകളൊക്കെ നമ്മളിത് ഉപയോഗം നിർത്തി. പക്ഷെ ഇതെല്ലാം നമ്മളിപ്പോഴും നന്നായി സൂക്ഷിച്ചു വരുന്നുണ്ട്. ഈ സാധനമൊക്കെ നമ്മളിപ്പോഴും ഒരു തുരുമ്പ് പോലും പറ്റാതെ കൃത്യമായി ഓയിലൊക്കെ ഇട്ട് പരിചരണം കൊടുത്ത് ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് അതെല്ലാം കാണിച്ചുതരാം. ഇൻസ്പെക്ഷൻ നടത്താനായിട്ട് ഈ ആംസ് നോക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട് പോലീസിൽ തന്നെ. നമ്മളെ കൂടാതെ ഈ ആംസിന്റെ ഒരു വിഭാഗത്തില് അതിന് ഇൻസ്പെക്ടറും SIയും പോലീസുകാരൊക്കെ ഉണ്ട്. അവർ വന്ന് ഇതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഈ തുരുമ്പൊക്കെ വെച്ച് അതിനെല്ലാം റെഡിയാക്കിയിട്ട് കൃത്യമായി ഒന്ന് ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. മിക്കവാറും ഓരോ മാസത്തിലോ 2 മാസത്തിലോ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് കേട്ടല്ലോ. അപ്പൊ ഇതാണ് 303 റൈഫിൾ. ഇതിന്റെ പേര് 303 റൈഫിൾ എന്നാണ് ഇതിന്റെ പേര്. ഇത് ഭയങ്കര റേഞ്ചുള്ള തോക്കാണ്. ഇത് നമ്മളെ ആരെങ്കിലും ബോഡി കൊണ്ടെങ്കിൽ തുറന്ന് കയറിയിട്ട് ഇതിന്റെ വെടിയൊക്കെ പിന്നെ രക്ഷപ്പെടില്ല. നമ്മൾ നെഞ്ചിലാണ് വെടിയുള്ളത്. ഇവിടെ തൊട്ട് അങ്ങ് തുറന്നാണ് ഇത് പുറത്തേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പൊ പക്ഷേ ഇത് കേരള പോലീസിന്റെ കയ്യിൽ മാത്രം ഇടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിയത്തിലൊക്കെ ഇത് നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന സാധനം ഇതാണ്. ഇതിന്റെ നമ്മൾ ഈ സാധനം അടച്ചു വെക്കാം. ഇത് വെച്ച് അടച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് എന്ത് ചെയ്യാം? ഇതിനകത്ത് ഓരോ ഉണ്ട വീതം ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഇത് അടച്ചിട്ടാണ് നമ്മൾ ഫയർ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഒരു മെഗസിൻ എന്ന് പറയുന്ന സാധനം. ആ മെഗസിനിലാണ് 10 ലോഡ് ഈ 303. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ. ഇത് പിസ്റ്റളുണ്ട്. പിസ്റ്റൾ കാണിച്ചു. ഇതാണ് പഴയ കാലം മുതലുള്ള പോലീസിന്റെ കയ്യിലുള്ള പിസ്റ്റൾ കേട്ടോ. അപ്പൊ ഇത് സ്ട്രിപ്പ് ചെയ്യാൻ അസംബ്ലി ചെയ്യാനൊന്നും പറ്റൂല. ഇതിന്റെ സാധനങ്ങൾ കളഞ്ഞു പോകും. ഇതിനകത്ത് ഇത് കണ്ടില്ലേ? ഇതാണ് പിസ്റ്റള്. ഇതിന്റെ ഇവിടെ ഒരു ഉരുണ്ട രൂപത്തില് ഉള്ള സാധനമാണ് റിവോൾവർ. ഇതിന്റെ ഇവിടെ ഉരുണ്ടതായിരിക്കും കേട്ടോ. റിവോൾവറും ഉണ്ട് പിസ്റ്റളും ഉണ്ട്. നമ്മൾ കേരള പോലീസ് ഉപയോഗിക്കുന്നത് റിവോൾവറും പിസ്റ്റളുമാണ്. ഇതിന്റെ മെഗസിൻ ഇതാണ് കേട്ടോ. ഈ മെഗസിൻ ഇതാണ്. ഈ മെഗസിൻ ഊരി എടുത്തിട്ടാണ് ഉണ്ട നിറയ്ക്കുന്നത്.
നിങ്ങളിപ്പോ എല്ലാരും ദിവസം പത്രത്തിൽ കാണുന്നില്ലേ? നിങ്ങൾ ദിവസം പത്രത്തില് ഇന്നും കണ്ടില്ലേ? ഇന്നും ഒരു വീട്ടിൽ ചെന്നു എന്ന് പറഞ്ഞു. എന്ത് ചെന്നു? നമ്മുടെ തിരുവനന്തപുരം റൂറൽ പോലീസ് മുക്കുന്നിമലയിൽ ഫയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് SLR AK-47 ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ വെടിയുണ്ടകള് ആ ബട്ടിൽ ഇവിടേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചോണ്ട് താഴേക്ക് പോകും കേട്ടോ. ഇതാണ് മെഗസിൻ. ഇതിന് മെഗസിൻ ഉണ്ട്. ഈ മെഗസിൻ ഇതിപ്പോ നമ്മൾ എടുത്തത് മെഗസിൻ ഇല്ലാത്ത സാധനം ആയിപ്പോയി. ഓക്കെ, ടീച്ചറിനും നമ്മുടെ സ്റ്റേഷന്റെ വക നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ SHO ഇല്ല, പിന്നെ ഷാൻ സാറുണ്ട്, ഷാജി സാറുണ്ട്, SIമാര്. പിന്നെ ഇത്ര നേരം നമുക്ക് നല്ല രീതിയിൽ ക്ലാസ് കൈകാര്യം ചെയ്യുന്നില്ലേ, ചേട്ടനെ കുറിച്ച് നല്ലോണം പറഞ്ഞില്ലേ, അവിടുത്തെ ASI ഇൻഷാ സാറിന് നിങ്ങൾ എല്ലാവരുടെ പേരിലുള്ള നന്ദി ദൈവത്തെ അറിയിക്കാം. നിങ്ങൾക്ക് വന്നതിന്റെ ഒരു സന്തോഷമായിട്ട് എല്ലാവർക്കും ഇങ്ങോട്ട് മാറിയോ? അവിടെ ചോർന്ന് ആ സ്റ്റേഷൻ വിസിറ്റ് എല്ലാവർക്കും ഇഷ്ടമായോ? എന്തെങ്കിലുമൊക്കെ ഗുണകരമായ കാര്യങ്ങൾ എനിക്കോ? നിങ്ങൾ എസ് എന്ന് പറയണ്ട, നിങ്ങൾ പോന്ന് പറഞ്ഞു. ഇത് നാടകമല്ല, നാടകത്തിലാണ് ഈ എസ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ വിസിറ്റും ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒതുങ്ങുന്നതാണ് നമ്മുടെ ജീവിതം. നിങ്ങൾക്ക് ഈ പോലീസ് സ്റ്റേഷൻ വിസിറ്റിന്റെ കിട്ടിയ ഗുണങ്ങളല്ല. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പഠിച്ചോ? എന്തെങ്കിലും നിങ്ങൾ ഈ വന്നിട്ട് ഈ ചെറിയ സമയം കൊണ്ട് കണ്ടറിഞ്ഞതോ പറഞ്ഞു കേട്ടതായ കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ പറയും. EROGD ഒക്കെ ഒരു പോലീസ് സ്റ്റേഷനിലുള്ളതാണ്. ഈ നിങ്ങൾക്ക് ഒരു പൊതുസമൂഹത്തിൽ അംഗങ്ങളെന്നുള്ള നിലയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നാൽ നേടേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പഠിച്ചു? അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതല്ല ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഒരു പരാതി കൊടുത്താൽ റെസിപ്റ്റ് നിർബന്ധമായി വാങ്ങണം. റെസിപ്റ്റ് തന്നില്ലെങ്കിൽ ചോദ്യം വാങ്ങണം. അതൊരു പുതിയ അറിവല്ലേ? പോലീസ് കൊടുക്കുന്ന സേവനങ്ങളെ കുറിച്ച് മറ്റേ നമ്മുടെ അക്ഷയ സെന്റർ പോലെയൊക്കെ ഓഫീസുകളിൽ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ നേടുന്ന കുറെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യം പറഞ്ഞില്ലേ? അങ്ങനെ കുറെ സേവനങ്ങൾ പോലീസ് നടത്തുന്നില്ലേ? അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതൊക്കെ മനസ്സിലായോ? ഇതിനൊക്കെ അപ്പുറം വലിയൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പാഠമാക്കണം. ഇതെല്ലാം കൊണ്ടുവന്ന് നിങ്ങൾ കാണിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സമൂഹത്തിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെ SPC ചേർക്കാൻ നമ്മുടെ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ കൊണ്ട് മുഴുവൻ പേർക്ക് SPC കൊടുക്കാൻ പറ്റുന്നില്ല. അതിൽ കുറച്ച് പേരെ തെരഞ്ഞെടുത്തിട്ടുള്ള ഏറ്റവും മിടുക്കരായ കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് SPC രൂപീകരിച്ചിട്ട് മുമ്പോട്ട് പോയിട്ട് വന്നത്? കുട്ടികളുണ്ടാവുന്ന വ്യതിയാനം കൊണ്ടല്ലേ? ഈ ഒരു കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് വന്ന ഒരു പത്രവാർത്തകൾ കണ്ടോ? നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി, കേരളത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ കോടതിയായ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? നാഗർകോവില. അപ്പൊ കേരള ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചില്ല. ഒരു വിധിക്കിടയിൽ ഒരു വാചകം പറഞ്ഞു. കോടതി ഒരു പരാമർശം നടത്തി. എന്താണ് നിങ്ങൾ കണ്ടോ? കേട്ടോ? അധ്യാപകരെല്ലാം തന്നെ ക്ലാസ് എടുക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ജയിലിൽ പോകേണ്ടി വരുമോ എന്ന ഭയം മൂലമാണ്, ഭയം ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. കോടതി ഒരു പരാമർശം നടത്തി. ഈ കോടതികൾ തന്നെയാണ് കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാമർശം നടത്തിയിട്ടുള്ളത്. പണ്ട് നമുക്ക് സ്കൂളിൽ നിന്ന് അടിയിട്ട് വീട്ടിൽ ചെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താണ്?
വീട്ടിൽ നിന്ന് വെടിയിട്ടു. ഇന്ന് അതല്ല, ഇന്ന് അടിയുടെ വീട്ടിൽ ചെന്ന് പറയുന്നു, പിന്നെ രക്ഷകർത്താക്കൾ ഇറങ്ങുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. എന്താ ഈ കുട്ടികളെല്ലാം വഴിതെറ്റാനുള്ള പ്രധാന കാരണം നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ അച്ചടക്ക നടപടിയിലെ ശിക്ഷണങ്ങളിൽ കൂടിയാണ് ഈ സമൂഹത്തെ മുമ്പോട്ട് അയച്ചിട്ടുള്ളത്. അടികൊള്ളാതെ വളർന്നിട്ടുള്ള ആരും നന്നായിട്ടില്ല. ഇപ്പൊ ഇവർക്ക് എന്തൊക്കെ ഒരുപാട് അവകാശങ്ങൾ ഉണ്ടെന്നാണ് നിങ്ങളെല്ലാവരുടെയും വൈപ്പ് മാത്രമല്ല നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചു തുടങ്ങി. പക്ഷേ ഈ അവകാശങ്ങൾക്ക് അപ്പുറം നിങ്ങൾക്ക് കടമകളുണ്ടോ? നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ഈ അവകാശങ്ങൾ ചോദിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ കുറെ കടമകൾ ഈ സമൂഹത്തോടുണ്ട്. ഈ കടമകളെല്ലാം നിങ്ങൾ മറന്നു പോകുന്നു. നിങ്ങൾക്ക് അവകാശം മാത്രമാണ്. നിങ്ങൾ അച്ഛനും അമ്മയോട് ആദ്യം ചോദിക്കുന്നത് സംഘഗാനം ആലോചിക്കോ, അതെ മോള് മാത്രം പാടുന്ന, മോള് പാടുന്ന പാട്ടുള്ള ചെറുതൊരു പാട്ട് നേരെ നിൽക്കുക. എന്ത് നീ ഒരു ചലിച്ച ആടിക്കോ പദ്യം ചൊല്ലിയാലും മതി. നീ പദ്യം ചൊല്ലലിന് സബ് ജില്ല ഫസ്റ്റ് ഒക്കെ വാങ്ങിയതാ. അത് പാടിയാലും മതി. അത് ചൊല്ലേ. സഫലം യാത്ര എത്രാം ക്ലാസ്? 10ാം ക്ലാസ്സിലാണ്. സഫലം യാത്ര കഴിഞ്ഞ സഫലമൊന്നുമില്ല ഇപ്പൊ യാത്രയില്ല. അശ്വമേധമൊക്കെ അശ്വമേധ ആരുടെ നിങ്ങൾക്ക് പഠിക്കാൻ അശ്വമുണ്ടോ? മോള് അറിയാതെ കുറ്റിരുട്ടു പുതച്ചുകൊണ്ടങ്ങനെ മെല്ലെ മെല്ലെ പടിയിറങ്ങുന്നിതാ കർക്കിടക കടശിരാവേഗയാ ആടിയെന്നാണിവൾക്കുള്ള പേര് തീയാടിയായുസ്സു നീട്ടിക്കഴിയുമ്പോൾ കൊള്ളിമീനൊത്തു പൊള്ളിപ്പിടഞ്ഞുള്ളൊരുള്ളുമാൻ നാളു താണ്ടി പുലരും വൃദ്ധയാണു ജരാവിഷ്ടമാമുടൽ നഗ്നമാണിന്നു പാതിയും താങ്ങുവാൻ കാറ്റല കൈകൾ പോലുമില്ലാത്തൊരു വീതിയിലൂടെ അലയുവാനായി വിധി. വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഭീഷണിപ്പെടുത്തി പാടിയെന്ന ഞാൻ നല്ല കുറവാണ്. വേറെ ആരെയും വിളിക്കാന്ന് പറഞ്ഞാൽ ആനന്ദോ ആനന്ദോ വരവനാകുന്നേ ആദിയായി നടന്നതുമേ വരവനാകുന്നേ ആനന്ദോ ആനന്ദോ വരവനാകുന്നേ ആദിയായി നടന്നതുമേ വരവനാകുന്നേ യോഗിയായി നടന്നതുമേ വരവനാകുന്നേ പിന്നെ മാത്രമാണ് കൊണ്ടുവന്നത്.
എല്ലാവരും കയറിയോ? കയറിയോ? അപ്പൊ ചെറിയൊരു ബ്രീഫ് കൊടുക്കണം. ഈ തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ 40 സ്റ്റേഷൻ കൺട്രോൾ റൂം. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സിറ്റി റൂറലും റൂറലിലെ 40 സ്റ്റേഷനിൽ 5 സബ് ഡിവിഷനിലായിട്ട് 40 സ്റ്റേഷനിലെ കൺട്രോൾ റൂമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള മെസ്സേജ് DSP എല്ലാം മെസ്സേജ് ചെയ്ത് സ്റ്റേഷനിലേക്ക് എല്ലാം പാസ് ചെയ്യുന്ന സെറ്റാണിത്. ഒന്ന് ചാനൽ റൂമിൽ ഇതിൻ്റെ എല്ലാം റിസീവർ ഇരിക്കുന്ന പൊന്മുടിയിലാണ്. ഇത് അതർ സ്റ്റേഷനിലിരിക്കുന്ന അതർ ജില്ലകളിലായിരിക്കും. പിന്നെ അവിടെയാണ് 112 എമർജൻസിയിൽ കോൾ വരുന്നത്. PHക്ക് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകും. അവിടെ നിന്ന് നേരെ ഇവിടെ കണക്ട് ചെയ്യുന്ന സ്റ്റേഷനിൽ മെസ്സേജ് അയക്കും. അതായത് 40 സ്റ്റേഷൻ റൂറലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്യാമറകൾ, ബോർഡറിലുള്ള ക്യാമറകളിലെ തെറ്റി അവിടെ വാഹനങ്ങൾ വയലേഷൻ നടത്തുന്ന എല്ലാ ഇതിലും വരും. കാപ്പിൽ ഇഞ്ചിവിള ഇങ്ങനെ ഇത്രയുള്ള സ്ഥലങ്ങളിൽ ക്യാമറകൾ. ഈ ക്യാമറകൾ കൂടിയെല്ലാം നമ്മൾ ഹെൽമെറ്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെയോ പോയി കഴിഞ്ഞാൽ ക്യാമറ അപ്പോഴേ പെറ്റി അടിക്കും. വേറെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്നേ ദിവസം 11-ാം തീയതി 11 മണി മുതൽ 11:30 വരെയുള്ള നമുക്ക് 2 വീലർ ഹെൽമെറ്റ് ഇല്ലാത്ത നോക്കാം. അതിൻ്റെ പെറ്റി അടിക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഏത് ലൊക്കേഷൻ വേണം കൊടുക്കാം. നൽക്കാലം ചെറുവാരക്കണം, നെറ്റ് അല്ലെങ്കിൽ നെറ്റ് ഓഫായി കിടക്കും. ചെറുവാരക്കണം ക്യാമറ ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ അരമണിക്കൂറിനകത്ത് എത്ര ഫംഗ്ഷൻ നടന്നോ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇതെല്ലാം ഏകദേശം അത്രത്തോളം കോൺസെപ്റ്റ് ഉണ്ട്. ഒരു ഫോട്ടോ എടുത്തിട്ട്